ധനുഷ് വെട്രിമാരൻ കോമ്പോയിൽ വരുന്ന അടുത്ത പടം തമിഴ് മുരുകൻ എന്നാണ് പടത്തിന്റെ പേര്. പടം ഇപ്പോ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ടൈറ്റിൽ ടീസർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതൊരു വലിയ ക്യാൻവാസിൽ വരുന്ന ബിഗ് ബഡ്ജറ്റ് മിത്തോളജിക്കൽ ഫാന്റസി സിനിമയായിരിക്കും. ലോർഡ് മുരുകന്റെ കഥയാണ്. ഈ മുരുകൻ ഈ തമിഴ്നാടൊക്കെ ആയിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരു ഗോഡ് ആണല്ലോ. അപ്പൊ ഈ ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും ഈ സിനിമ. ഇതേപോലൊരു സെയിം പടം കുറച്ചുനാൾ മുമ്പ് ത്രിവിക്രം ഡയറക്ഷനിൽ NTR ലീഡിൽ തെലുങ്കിൽ അനൗൺസ് ചെയ്തിരുന്നു. ഈ ഗോഡ് ഓഫ് വാർ എന്ന് തന്നെ പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോ വെട്രിമാരൻ ഡയറക്ഷനിൽ ധനുഷിന്റെ ഈ പടവും അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും അവിടെ വർക്കാവാൻ നല്ല സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണ്. നല്ല സമയവും ദൈവത്തെ തൊട്ടാ ഹിറ്റാ. ഈ കറുപ്പ് വലിയൊരു ഹിറ്റായി. തൊട്ടു പിന്നാലെ ഇപ്പൊ ശിവകാർത്തികേയന്റെ സേയാനൊക്കെ ഉണ്ട്. പക്ഷെ ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം, ഇത് വെട്രിമാരൻ എന്ത് പറ്റി? പുള്ളി ഒരു എയ്ത്തിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ദൈവത്തെ വെച്ച് പടം എടുക്കത്തില്ലെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താണ് എന്തോ ഈ വെട്രിമാരൻ ധനുഷ് കോമ്പോയിൽ പടം വരുന്നെന്ന് അറിഞ്ഞപ്പോ വെറുതെ പടച്ചനെറ്റുമൊക്കെ പ്രതീക്ഷിച്ച്. ഇതൊക്കെ ഏത് കാലം വരുമെന്ന് മുരുകൻ അറിയാം. രാമായണ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും വലിയ ചിലവിൽ നിർമ്മിക്കുന്ന ബോളിവുഡ് സിനിമയാണ് രാമായണ. 2 പാർട്ടുകളായി വരുന്ന ഈ പടത്തിന്റെ ബഡ്ജറ്റ് തന്നെ ഏതാണ്ട് 4000 കോടിക്ക് അടുത്താണ്. ഒരു അവതാരമുള്ള പൈസക്കാണ് ഇന്ത്യയിൽ നിന്നും രാമായണം വരുന്നത്. രാമായണത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഈ വർഷം ദീപാവലിക്കാണ് വേൾഡ് വൈഡായി റിലീസിനെത്തുന്നത്. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. രാമായണത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോവാണ്. ജൂലൈ 24-ന് രാമായണത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിടും. സൂര്യ 49, സൂര്യയുടെ 49ാമത്തെ പടം. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ഡയറക്ടർ ഏറെക്കുറെ കൺഫേം ആയതുപോലെയാണ്. പ്രോജക്ടിന്റെ അവസാനഘട്ട ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോ നടന്നു വരുവാണ്. ഡയറക്ടർ മറ്റാരുമല്ല, നമ്മുടെ വിനോദ് അണ്ണനാണ്. H വിനോദ്. സൂര്യ 49 സംവിധാനം ചെയ്യാൻ പോകുന്നത് മിക്കവാറും H വിനോദ് തന്നെ ആയിരിക്കും. സൂര്യയുടെ കാര്യം എടുത്താ ഇപ്പൊ കറുപ്പിനോടെ പുള്ളിയുടെ ലെവൽ മൊത്തത്തിൽ മാറി. സൂര്യ 48-ന് പുള്ളിയുടെ റെമ്യൂണറേഷൻ തന്നെ 100 കോടിയാണ്. കരിയർ ഗ്രാഫ് ഇങ്ങനെ കുത്തനെ പൊങ്ങി വരുന്ന ടൈമില് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് ആ ജനനായകനൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ നല്ലതായിരിക്കും. ജയിലർ 2 ഒക്ടോബർ 15-ന് വേൾഡ് വൈഡ് റിലീസ് നടത്താൻ പോകുന്ന സൂപ്പർ സ്റ്റാർ സിനിമയാണ് ജയിലർ 2. ഈ പടം നമ്മൾക്കും ഒരുപാട് സ്പെഷ്യലാണ്. നമ്മുടെ ലാലേട്ടനും പടത്തിലുണ്ട്. ജയിലറിനേക്കാളും കുറച്ചുകൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ക്യാമിയോ റോളിലാണ് ലാലേട്ടൻ ജയിലർ 2-ൽ വരുന്നത്. ഒരു സാധാരണ ക്യാമിയോ എന്നതിനപ്പുറം ഇതിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. 2 ലുക്ക്, DHD ലുക്ക്, അതായത് ഫ്ലാഷ് ബാക്ക്. ഇതൊക്കെല്ലാം മേലെ ലാലേട്ടന് ഈ പടത്തിൽ ഒരു പാട്ടുമുണ്ട്. അതും ഫ്ലാഷ് ബാക്കിൽ രജനീകാന്തിനൊപ്പം. അനിരുദ്ധിന്റെ പാട്ടാണ്. ആ ഒരു ഗ്യാരണ്ടി മതി. അടുത്ത മാസം മുതൽ എന്തായാലും പടത്തിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു തുടങ്ങും. ജനനായകൻ. അങ്ങനെ ജനനായകൻ സിനിമയുടെ റിലീസ് കൺഫേം ചെയ്തുകൊണ്ട് പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. സെൻസർ സർട്ടിഫിക്കേഷൻ പോസ്റ്റർ ആണ്. പടം A സർട്ടിഫൈഡ് ആണ്. ഈ ജൂലൈ 24-നാണ് പടം വേൾഡ് വൈഡായി റിലീസിനെത്തുന്നത്. ഇനി 13 ദിവസം കൂടി കഴിഞ്ഞാൽ പടത്തിന്റെ റിലീസാണ്. എന്തായാലും പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ആവും. അടുത്ത ആഴ്ച തന്നെ പടത്തിന്റെ പുതിയൊരു ട്രെയിലർ വരും. ദളപതി വിജയിൽ നിന്ന് പുതിയ ടൈറ്റിൽ ടാഗിൽ ദളപതിയുടെ അവസാനത്തെ പടം ജൂലൈ 24-ന് റിലീസാവും.